മലപ്പുറത്ത് കുറേ ഭാഗത്ത് നമ്മുടെ റോഡിന്റെ പണികളൊക്കെ തീർന്ന് വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലല്ലേ, എന്താ രസം. ആ 3 വരികളിലായിട്ട് വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു സ്ഥലത്ത് കുറച്ചധികം ഓഫേഴ്സ്, അതായത് ഡീലുകൾ വന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. ആ വന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ എനിക്ക് സൈഡിലായി കാണുന്ന സ്റ്റോൺ ഗാലറി എന്ന് പറയുന്ന ഷോറൂമിലാണ് കുറച്ചധികം ഡീലുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീലുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു മൺസൂൺ സമ്മാന പെരുമഴ നടക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും അറിയുവാനുമായിട്ടാണ് ഈ ഒരു വീഡിയോ. സ്റ്റാർട്ട് ഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പിടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠിക്കണം. ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയുകയും വേണം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഷോറൂമിനുള്ളിലേക്ക് പോയി എന്തൊക്കെയാണ് ഇവിടെയുള്ള സമ്മാനങ്ങളും, എന്തൊക്കെയാണ് ഇവിടുത്തെ പുതിയ പ്രോഡക്ട്സും, എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ വന്ന ഡീലുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കാണാം. വാ. സ്റ്റോൺ ഗാലറിയിൽ നമ്മളോട് കാര്യങ്ങൾ വിവരിക്കുവാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാനും ഷാരിഖ് ബ്രോ നമ്മളോടൊപ്പം ഉണ്ട്. ഷാരിഖ്, വെൽക്കം. താങ്ക് യു. ഷാരിഖ്, നിങ്ങളെ ഇവിടെ റെയിൽവേ തൊട്ടപ്പുറത്തല്ലേ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ? അതെ അതെ. ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? വളാഞ്ചേരിക്ക് കുറ്റിപ്പുറത്ത് ഏകദേശം ഒരേ ദൂരം തന്നെ. നിങ്ങൾ ഇവിടെയൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനെ അവിടുന്ന് വണ്ടിയിലാക്കി തട്ടിക്കൊണ്ടുവരുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്? തട്ടിക്കൊണ്ടുവരില്ല, അവര് നമുക്ക് എന്താ അറിയാം, നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാ ഭാഗത്തുനിന്നുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. ഈസിലി നമുക്ക് ട്രെയിനിൽ ആക്സസ് ചെയ്യാം. അവരവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വണ്ടി അറേഞ്ച് ചെയ്ത് അവരെ പിക്ക് ചെയ്യും. അതുപോലെ തന്നെ മെറ്റീരിയലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യും. ഇവരൊരു ഫെസിലിറ്റി കേട്ടോ, ഞാൻ ഇവിടെ വന്നപ്പോൾ അത് നോട്ടീസ് ചെയ്തത്. കാരണം ഞാൻ നോക്കിയപ്പോൾ ഇവിടുന്ന് ആൾ പോകുന്നു, കസ്റ്റമേഴ്സിനെ പിക്ക് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവരുന്നു, ഇവിടെ കൊണ്ടുവന്നാക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചോദിച്ചപ്പോൾ എന്താ, ഒരു വണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു, ഒരു വണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി മാത്രം സെപ്പറേറ്റ്. നിങ്ങൾ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇവരെ ആ ഒരു ഫെസിലിറ്റി കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഫെസിലിറ്റി. കറക്റ്റ് ഈ ഒരു സ്ഥലം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാമോ? ഇത് നമ്മുടെ ഹൈവേ ആണിത്. ഹൈവേയിൽ സർവീസ് റോഡിലാണ് നമ്മുടെ ഷോപ്പുള്ളത്. ഇത് കുറ്റിപ്പുറം എത്തുന്നതിന് മുന്നേ, അതായത് വളാഞ്ചേരിന്റെ കുറ്റിപ്പുറത്തിന്റെ ഇടയിൽ, മലപ്പുറം ജില്ല വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന വഴി അതിനിടയിലായിട്ടാണ് ഈ ഒരു സ്പോട്ട്. മൂടാൽ അല്ലെങ്കിൽ പള്ളിപ്പടി എന്നൊക്കെ പറയും. അതെ. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ വേറൊരു കാര്യം കേട്ടു, ഇവിടെ നിങ്ങൾക്ക് ഒരു പെരുമഴ എന്തോ ഉണ്ടെന്ന്. മഴ ഓൾറെഡി ഇവിടെ ഉണ്ട്. മഴ ഓൾറെഡി ഉണ്ട്. ആ മഴയ്ക്ക് പുറമെ നമ്മുടെ ഒരു ഓഫർ പെരുമഴ ഉണ്ട്. ഓഫർ പെരുമഴ. ആ ഓഫർ പെരുമഴ എന്നത് കണ്ടാലോ? കാണാം. വാ, നമുക്ക് ഇവരെന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ സമ്മാന പെരുമഴകൾ എന്നുള്ള അകത്തേക്ക് പോയി നോക്കാം. വാ. മെയിനായിട്ടും നമ്മൾക്ക് എന്തൊക്കെ പ്രോഡക്ട്സിനാണ് നമ്മൾ ഇപ്പോൾ ഓഫർ കൊടുക്കാൻ പോകുന്നത്? നമ്മളെ ഷോപ്പിലുള്ള A to Z പ്രൊഡക്റ്റിനും നമ്മൾ ഏത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്താലും ഒരു സമ്മാന പെരുമഴ. അതായത് എന്ത് സാധനം ഇവിടുന്ന് പർച്ചേസ് ചെയ്താലും, എന്ത് സാധനം, ഇപ്പോൾ ഒരു ചെറിയൊരു മെറ്റീരിയൽ, ഒരു സിംഗിൾ ഒരു സാധനം, ഒരു സ്പേസറോ അല്ലെങ്കിൽ ടാപ്പോ എന്തോ ആയിക്കോട്ടെ, എന്ത് പർച്ചേസ് ചെയ്താലും നമ്മളൊരു കൂപ്പൺ ഉണ്ട്. അതിൽ ഈ അടുത്ത മാസം 3 തവണ ആയിട്ട്, അഥവാ ജൂലൈ 10-ാം തീയതി, 20-ാം തീയതി, 30-ാം തീയതി
അങ്ങനെ 3 നറുക്കെടുപ്പായിട്ട് എന്താ നിങ്ങൾ സമ്മാനം കൊടുക്കുന്നത്? അത് സ്വർണ്ണ പെരുമഴ അഥവാ ഗോൾഡ് കോയിൻ. ഗോൾഡ് കോയിൻസ് ആണ്. അതെ. അപ്പോൾ ഗോൾഡ് കോയിൻസ് അടുത്ത മാസം 3 തവണകളായിട്ട് നിങ്ങൾ ഇതെടുത്ത് കൊടുക്കും. അതെ. അതാണ് നിങ്ങളുടെ ഇവിടുന്ന് എന്ത് സാധനം വാങ്ങിച്ചാലും. അപ്പോൾ നിങ്ങളുടെ വീട് പണി എന്തായാലും മലപ്പുറം ജില്ലയിൽ എന്തോരം വീട് പണി, മലപ്പുറം നല്ല നിങ്ങൾ ഓൾ കേരള ഡെലിവറി ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺലൈൻ വാങ്ങിച്ചാലും മതിയോ? ഓൺലൈൻ വാങ്ങിച്ചാലും മതി. ഓൺലൈൻ വാങ്ങിച്ചാലും മതി. ഈ ഓൺലൈനിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ അതിന്റെ കൂടെ പറയാം. ഈ നമ്മൾ ഓൺലൈനിൽ ഒരു വിങ് തന്നെ ഉണ്ട്. അഥവാ ഈ അബ്രോഡുള്ള കസ്റ്റമേഴ്സിനൊക്കെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നമ്മൾ കംപ്ലീറ്റ് അവർക്ക് ഫുൾ അസിസ്റ്റൻസ് കൊടുത്തിട്ട് അവരിങ്ങോട്ട് വരാതെ തന്നെ അവരുടെ വീട്ടിലേക്കുള്ള എല്ലാ ടൈൽസും നമ്മളവിടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. നിങ്ങൾ എത്തിക്കുന്ന സാധനം ഡാമേജ് ഉള്ളതാണോ അല്ലയോ എന്ന് ഇവരെങ്ങനെ മനസ്സിലാക്കും? ഡാമേജ് ഇല്ല, അത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്തുണ്ട്. ഞാൻ നിങ്ങളുടെ ഓൺലൈൻ ടൈൽ ഓർഡർ ചെയ്യാണ്. അപ്പോൾ ടൈൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ടൈലിന് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലോ നിങ്ങൾ തീർത്ത് കൊടുക്കും? അത് ആ സാധനം സൈറ്റിൽ ഇറക്കി കൊടുക്കുമ്പോൾ അവിടെ എത്തിച്ചു കൊടുക്കുമ്പോൾ അവർ ഇറക്കി കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് സ്ലിപ്പിൽ ആരാണോ റിസീവ് ചെയ്യുന്നത് പുള്ളി വെരിഫൈ ചെയ്ത് സൈൻ ചെയ്താൽ മാത്രമേ ഡ്രൈവർ തിരിച്ചു പോരുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് വിശ്വസിക്കാം. അതെ. അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ ഇവിടുന്ന് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടിയ സാധനമായിരിക്കത്തില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിസൈൻ കണ്ട് എനിക്ക് ഈ ഒരു ഡിസൈൻ കണ്ടു. ഇതിപ്പം ഏത് ടൈപ്പാണ് ഇത്? ഇതിപ്പോ നമ്മുടെ ഒരു മാർബിൾ ടൈപ്പിലൊക്കെ വരുന്ന ഡിസൈൻ 4x2. ഇതിപ്പോ ഞാൻ മാറ്റ് ഫിനിഷ് ആണ് പറഞ്ഞത്. അതെ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഗ്ലോസി മാറ്റും രണ്ടും ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ പ്രോഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് ആക്സിഡന്റലി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നമ്മൾ അതുകൊണ്ടാണ് ഓൾ കേരള ഡെലിവറി ഉണ്ടല്ലോ. നെക്സ്റ്റ് ടൈമിൽ നമ്മൾ റീപ്ലേസ് ചെയ്തോളൂ. നെക്സ്റ്റ് ടൈം എന്ന് വെച്ചാൽ എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അല്ല അങ്ങനല്ല, അത് മാറിപ്പോയ തൊട്ടടുത്ത സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ. അതെ അതെ. അപ്പൊ അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കും. എല്ലാ ഫെസിലിറ്റി ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ ഷോറൂം അത്രയും സ്ട്രക്ചേർഡ് ആണ് എന്നാണ് ഷാരിക്ക് പറയുന്നത്. തീർച്ചയായും നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളതും ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണ്. അതായത് ഷോറൂമിലേക്ക് നിങ്ങൾ വരണമെന്നില്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇനി ഡയറക്റ്റ് പ്രോഡക്റ്റ് തൊട്ട് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. കണ്ട് ഫീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ശരിക്കും കസ്റ്റമർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനാണ് നമുക്ക് കുറച്ചും കൂടി ഈസി. കാരണം കസ്റ്റമർ കാണുന്നുണ്ട്, അവരെ ഫീൽ ചെയ്യുന്നുണ്ട്, അവർ കൊണ്ടുപോകുന്നതാണ്. റിസ്ക് കൂടുതലും കസ്റ്റമേഴ്സിനല്ലേ. നേരെ മറിച്ച് ഓൺലൈൻ കസ്റ്റമർ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലും നമുക്ക്. അതെ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇൻ കേസ് അത് മാറിപ്പോയാൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ ഒരുപാട് റിസ്കുകളുണ്ട്. പിന്നെ കസ്റ്റമറെ കൺസെപ്റ്റിൽ ഒതുങ്ങിയ സാധനമാവണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടീം നമ്മുടെ അത്രയും സ്ട്രോങ് ടീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം വിദേശത്തുള്ള ആളുകൾക്കും നിങ്ങളുടെ പ്രോഡക്ട്സ് ഇപ്പം നാട്ടിലെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഉത്തരവാദിത്തോടുകൂടി ഡെലിവറി ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങളുടെ പേയ്മെന്റ് എങ്ങനെയാണ്? നമുക്ക് ബജാജിന്റെ EMI സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് റൊക്കം പണമില്ലാതെ തന്നെ നമ്മൾ ഇന്ന് ടൈല് കൊണ്ടുപോകാൻ പറ്റും. അത് നല്ലൊരു സ്കീമാണ്. അപ്പോൾ നിങ്ങൾ റെഡി ക്യാഷ് കൊടുക്കണ്ട. എനിക്ക് തോന്നുന്നു അത് 0% ഇൻട്രസ്റ്റ് ഒക്കെയാണ്. അതെ, സിവിൽ സ്കോറിനനുസരിച്ചൊക്കെ നോർമൽ ഫോണൊക്കെ എടുക്കുന്ന പോലെ തന്നെ. അതേപോലെ തന്നെ ടൈലർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു തേപ്പ് കഴിയുമ്പോൾ തന്നെ ഈ ഗൃഹനാഥനൊന്ന് ഞെരുങ്ങും. നമുക്കൊന്ന് ബജാജ് ലൂസാക്കി തരും. കാരണം ആ ഒരു ടൈലിന്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി പിശുക്കും. ഇത് എത്രേന്റെ ടൈൽ എടുക്കണ്ട, ഒന്ന് കുറയ്ക്കാം. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റിന് വേണമെങ്കിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഞെരുക്കം കുറച്ച് നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഇവിടെ സൊല്യൂഷൻ ആക്കി തരും. അപ്പോൾ പുതിയ മോഡൽസും ട്രെൻഡുകളും എല്ലാം ഒക്കെ ഉണ്ടോ കാണിക്കാനായിട്ട്? തീർച്ചയായും എല്ലാം പുതിയ മോഡൽസാണ്. ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴും എല്ലാ ഡിസൈൻസും അപ്ഡേറ്റ് ചെയ്യും, മാറ്റും. അതെ, ഇതൊക്കെ നമ്മൾ ഈ ചുറ്റോറും കാണുന്നതൊക്കെ 4x2 ഡിസൈൻസാണ്. ഈ ഡിസൈൻ എല്ലാം മാർബിൾ ഡിസൈൻ. മുകളിൽ വേറെ കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം മാർബിൾ ഡിസൈൻസ്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ നമ്മുടെ ടോപ്പിൽ വരുന്ന ആ ഡിസൈനാണ്. അതെ അതെ. ഇപ്പോൾ നിലവിൽ ഫ്ലോറിങ്ങിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യുന്ന. ഇപ്പൊ കുറച്ചും കൂടി കളർഫുൾ പാറ്റേൺസ് അല്ലേ ആളുകൾ കുറച്ചുകൂടി കളർ. നേരത്തെ ആ ഒരു ലൈറ്റ് വൈറ്റ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഓഫ് വൈറ്റ് അതിൽ മാത്രം. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ വേറെ കാര്യമുണ്ട്. ഈ ഡിസൈൻസിനകത്തൊക്കെ ഈ കണ്ടിന്യൂറ്റി വരുന്ന ഡിസൈൻസുകൾ ഉണ്ടല്ലോ. രണ്ടും ഉണ്ട്, റാൻഡം ഡിസൈൻസും ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്. ഇപ്പൊ ഇത് അതിലൊരു ബുക്ക് മാച്ച് സീരീസ് നമ്മൾ ഈ കണ്ടത്, ഇത് 4 പീസ് വെച്ചിട്ട് ഒരു ബുക്ക് മാച്ച് ടൈപ്പ് ആവുന്നതാണ്. ഇതിൽ തന്നെ 6x4, 4x2 എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇതിന്റെ കാര്യം ഇനിയും വലുതുണ്ട്, മാച്ച് ആവുന്ന. അതായത് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആണ്. ഇത് ഇപ്പൊ 4 വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മുടെ ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡ് ഒക്കെ മാർബിൾ ഇരിക്കുന്നത് ആൾക്കാർ ഈ ബുക്ക് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. പകരം ടൈൽ യൂസ് ചെയ്യാം. ഡ്യൂറബിലിറ്റിയും കൂടുതലാണ്. അതെ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വന്നാൽ കിട്ടും. എല്ലാ ട്രെൻഡിങ് ഐറ്റംസും ഉണ്ട്, ട്രെൻഡിങ് സാധനങ്ങളും ഉണ്ട്. അതെ. പിന്നെ ബേസിൻസിലും തന്നെ ഇത്രയും കളർഫുൾ പാറ്റേൺസ് ഉള്ള ബേസിൻസ് വെറൈറ്റി. ഇനി ഇവിടെ വേറെ കുറച്ച് വെറൈറ്റി ഉണ്ട്, നമുക്ക് അത് കാണാം.
അതോടൊപ്പം തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമല്ലേ ഈ ഒരു മോഡലും വലിയൊരു സൈസും? ഇത് 5x3 എന്നൊക്കെ പറയാം, 160-80 സെന്റിമീറ്റർ സൈസ് വരുന്നത്. ഇതിപ്പോൾ കുറച്ച് അഥവാ സാധാരണക്കാരൻ്റെ ബിഗ് സ്ലാബ് എന്നൊക്കെ പറയും. നല്ല മാർബിൾ ഡിസൈനിൽ അതിൽ ഈ ആദ്യം ഫ്ലോറിങ്ങിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സൈസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ബാത്റൂമിലേക്കും. അതുകൊണ്ടാണ് ഇത്രയും കളർഫുൾ പാറ്റേൺസ് അതിൽ ഇറങ്ങാൻ തുടങ്ങി. ഇത് ഹൈ ഗ്ലോസ് ആണ്, സൂപ്പർ ഹൈ ഗ്ലോസ്. ബാത്റൂമിന്റെ ഒക്കെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ മാറി പണ്ട് മറ്റേ റോസാപ്പൂവിന്റെ പടം, ചായക്കപ്പിന്റെ പടം. അല്ല, ഇപ്പോൾ ഇതിൽ നമുക്ക് വേറെ സാധനം കൂടി കാണാണ്ട് മുകളിൽ ആ ഒരു സാധനം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടിയും എന്താ പറയാ വ്യത്യസ്തമായിട്ട്. അതെ അതെ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയുന്ന പോലെ മൊറോക്കൻ ഡിസൈനും ഒക്കെ മൊറോക്കൻ ഡിസൈനിലെ കുറെ സാധനങ്ങളൊക്കെ അത്തരത്തിലുള്ള അല്ല, നമ്മളെ ഈ വാഴന്റെ ഇല അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. ഫ്ലോറൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ നമുക്ക് കാണാം. അല്ല, ബാത്റൂമിന്റെ ഒക്കെ ട്രെൻഡൊക്കെ ആളുകൾ മാറി, ഫുള്ളും വേറെ തരത്തിലൊക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് ഇപ്പം കുറച്ചുകൂടെ പുതിയ സാധനങ്ങൾ വരണം, പുതിയ സാധനങ്ങൾ കാണണം. ഇപ്പൊ പണ്ട് അതായിരുന്നു ഇട്ടിരുന്നല്ലേ, കുറച്ചാൾ മുമ്പ് അതായിരുന്നു, അവരുടെ അപ്പുറത്തെ വീട്ടിൽ അതായിട്ട് അത് തന്നെ വേണമെന്നുള്ള ട്രെൻഡൊന്നുമില്ല. അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈന് നമുക്ക് ഏത് ഏരിയ, കാരണം ഇതെല്ലാം വരുന്നത് വിട്രിഫൈഡ് മെറ്റീരിയൽ. നമ്മൾ ഓൺലി പ്രീമിയം ക്വാളിറ്റി വിട്രിഫൈഡ് മെറ്റീരിയൽ. നമ്മൾ ഇന്ന ബ്രാൻഡൊന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഫോഷ്യ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഫോഷ്യ അപ്പോളോ സ്റ്റീലിൽ അവരെ സെഗ്മെന്റിൽ വരുന്ന ഒരു ടൈപ്പ്. അതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതെ, പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലും ചെയ്യുന്നുള്ളൂ. എല്ലാം വിട്രിഫൈഡ് ലോക്കൽ ബ്രാൻഡുകളോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ടൈലുകൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും? അതായത് പ്രീമിയം ക്വാളിറ്റിയുടെ പ്രൈസ് പറഞ്ഞാൽ അത് ലോക്കൽ ക്വാളിറ്റിയുടെ സാധനം അവർക്ക് ആർക്കും അറിയണ്ട, അതറിയാൻ വേറെ ഒരുപാട് സ്ഥലങ്ങൾ. നമ്മൾ 40 രൂപ മുതൽ ഇപ്പൊ നമ്മൾ ടൈല് ചെയ്യുന്നുണ്ട്. പ്രീമിയം ക്വാളിറ്റി സാധനം 40 രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് ഇവിടെ വന്ന് കിട്ടും. അതെ, ഇവിടെ വരണ്ട, നമ്മൾ അവിടെ കൊടുത്തു വിളിച്ചാൽ മതി. സോറി, ഞാൻ പറഞ്ഞ മാറിപ്പോയി, തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി. പ്രീമിയം ക്വാളിറ്റി സാധനം സ്ക്വയർ ഫീറ്റിന് 40 രൂപ റേറ്റിൽ ഇവർ തരും. അതിൽ ഏകദേശം 200ഓളം 4x2 ഡിസൈൻസും പിന്നെ ഈ 100ഓളം 5-3 ഡിസൈൻസ്, 100ഓളം 6-4 ഡിസൈൻസ് എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം 100-ലധികം ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിനെല്ലാം കാറ്റലോഗ് അയച്ചു കൊടുക്കും. അതെ, നിങ്ങൾ കാറ്റലോഗിന്റെ ഒരു ഇത് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്മൾ അല്ലെങ്കിൽ വീഡിയോസ് തന്നെ, കാരണം ഇനി കാറ്റലോഗത്തെ കളർ ചേഞ്ച് ഉണ്ട് എന്നുള്ള കാരണങ്ങളൊന്നും വേണ്ട. ഇതിനായിട്ട് നമ്മൾ വേറെ സ്പെഷ്യലായിട്ട് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെ അതെ, അത് കൊടുക്കും. അതെ, അപ്പോൾ ആ കാറ്റഗറി അന്വേഷിക്കുന്നവർക്ക് അത് പ്രൈസിനനുസരിച്ചുള്ള സാധനം നിങ്ങൾ കൊടുക്കും. അതെ അതെ അതെ. നമുക്ക് എന്താ മോളിലോട്ട് പോയല്ലോ, മറ്റേ സാധനം കണ്ടാലോ? തീർച്ചയായും, ബാത്റൂമിലെ. വാ ഷാരിക്കെ, നിങ്ങളെ ഈ സ്റ്റോൺ ഗാലറി എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ടൈൽ ഗാലറി ആണല്ലോ. ടൈല് ഇപ്പോൾ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്ന ടൈലാണ്, പക്ഷെ സ്റ്റോണും ഉണ്ട്. സ്റ്റോണും ഈ കാണുന്ന എല്ലാം സ്റ്റോണാണ്. ഇതും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഓ, ഇത് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ, പിന്നെ അതുപോലെ സ്റ്റോണിൽ തന്നെ നമ്മൾ മാർബിൾ ചെയ്യുന്നുണ്ട്, ഗ്രാനൈറ്റും ചെയ്യുന്നുണ്ട്. രണ്ടും ചെയ്യുന്നുണ്ട്. ചുമ്മാ അല്ല സ്റ്റോൺ. അപ്പൊ നിങ്ങൾ ആദ്യം പണ്ട് തൊട്ടേ ചെയ്യുന്നത് സ്റ്റോണാണ്, അതിനുശേഷമാണ് നിങ്ങൾ ടൈലിലേക്ക് വന്നത്. ഓക്കെ. ഇനിയിപ്പോ ഇത് നമ്മുടെ ബാത്റൂം, ഓരോ ബാത്റൂം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണോ നിങ്ങൾ സെറ്റ് ചെയ്തത്? അതിന്റെ ഒരു റെപ്ലിക്ക നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു മൊറോക്കൻ ഡിസൈൻ ഈ ഒരു സൈഡിൽ കൊടുത്തേക്കാണ്. മൊറോക്കനും പിന്നെ ഒരു കാർവിങ്ങും, അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഗ്ലിറ്ററിംഗ് കാണാം. ഇവിടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ, ഒരു ചെറിയൊരു ഗ്ലിറ്ററിംഗ് ഇതിനകത്ത്. അപ്പൊ ഓരോ ബാത്റൂം എങ്ങനെ വേണമെന്നുള്ളത് ഇതിപ്പോ നമ്മുടെ ഒരു കളർ കോമ്പിനേഷൻ വെച്ച് നമ്മൾ സെറ്റ് ചെയ്താണ്. മാറ്റാം, ആളുകൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മാറ്റാം. അതെ അതെ, ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് കളർ ആക്കാം. വുഡ് തീം വേണ്ടവർക്ക് അത് അതിന്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ്. ഇതില് കോമൺ അല്ലേ ഈ കളർ? വൈറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇത് സെയിം കളറിൽ തന്നെ മാറ്റും ഗ്ലോസിയാണ്. അതെ, നമുക്ക് ഒരേ തീമിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റ് ചെയ്യാം, വാളിൽ ഗ്ലോസി ചെയ്യാം. ഇത് ഫ്ലോറിൽ കൊടുത്തിട്ട് ഈ സാധനം ഫ്ലോറിൽ കൊടുക്കണം. വെള്ളം വീഴുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ തന്നത്തെ ഒന്നുമില്ല, സാധനം സൂപ്പറാവും. ഇത് ഭിത്തിയിലും കൊടുക്കാം. ക്ലീൻ ചെയ്യാൻ സോ അത് അങ്ങനെ പാറ്റേൺ മാത്രം നിങ്ങൾ വെച്ചേക്കാം. അത് നന്നായിട്ടുണ്ട് കേട്ടോ. വരുന്നവർക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇതായിരിക്കും, ഇത് ഫ്ലോറിൽ, ഇത് ഭിത്തിയിൽ, അങ്ങനെ ഒരു ടൈം. അതിനനുസരിച്ച് നിങ്ങൾക്ക് പല വ്യത്യസ്ത തരത്തിലുള്ള ക്ലോസറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളും ഇല്ലേ ഇവിടെ? ക്ലോസറ്റുകളുണ്ട്. അതെ, നല്ല കളർഫുൾ ക്ലോസറ്റ്. അപ്പൊ അതും ഈ ടൈലുകളോട് ചേരുന്ന തരത്തിലുള്ള സാധനം. പിങ്ക് ഷെയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ്, അങ്ങനെ പല ടൈപ്പിലുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടം പിങ്ക് ഒക്കെ ആയിരിക്കും അല്ലേ? കൊച്ചു കുട്ടികളൊക്കെ വീട്ടില് കുട്ടികൾക്കായിട്ട് വരുന്ന ചെറിയ കിഡ്സ് ക്ലോസറ്റും ഉണ്ട്. അത് വേറെ ഉണ്ട്. സോ അപ്പൊ അതും ആളുകൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ. സത്യം പറഞ്ഞാൽ പക്ഷേ കിഡ്സ് ക്ലോസറ്റ് അത്രയ്ക്കും വയബിൾ ആണ്, കാരണം ഈ കുട്ടികൾ കുറച്ച് മെയിനായിട്ട് കിഡ്സ് ക്ലോസറ്റ് ഉള്ളത് ഈ മോണ്ടിസോറി അല്ലെങ്കിൽ അങ്ങനത്തെ അംഗനവാടി അങ്ങനത്തെ ഏരിയക്ക് വേണ്ടിയിട്ടുള്ള അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള, അല്ലാതെ വീടുകൾക്ക് പൊതുവേ, കാരണം കുട്ടികൾ എന്തായാലും വലുതാവുമല്ലോ, ഒരു 5 വർഷം കഴിയുമ്പോൾ ക്ലോസറ്റ് മാറ്റുന്നത് അത്രയും. പക്ഷെ എന്നാലും ചില ആളുകൾ വീട്ടിലേക്ക് എടുക്കാറുണ്ടെന്ന് മാത്രം. കാരണം ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഓരോ 5 ഇയർ കൂടുമ്പോഴും റിനോവേറ്റ് ചെയ്യാറുണ്ട് വീടുകൾ. ആളുകളൊക്കെ ട്രെൻഡൊക്കെ മാറി. അതെ അതെ, ട്രെൻഡ് മാറുന്നതിനനുസരിച്ചൊക്കെ അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ റിനോവേഷൻ
റിനോവേഷൻ നടക്കുകയാണല്ലേ? അതെ, ഇപ്പൊ റിനോവേഷൻ നമ്മൾ ഇത്ര തന്നെ നമ്മുടെ ഷോറൂം ഹൈവേക്ക് കാരണം പകുതി ഒഴിവാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ അത്ര തന്നെ ഏരിയ വീണ്ടും ബാക്കിലേക്ക് അതുകൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റ് ഏരിയ. സത്യം പറഞ്ഞാൽ ഇവരുടെ ഷോറൂമിന്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ. നമ്മൾ വന്നപ്പോഴും കുറെ സാധനങ്ങൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഹൈവേ വന്നത് ഒരു വലിയ നല്ലതുമാണ് സത്യം പറഞ്ഞാൽ അല്ലേ? അതെ, നല്ല സ്ഥലം പോയെങ്കിലും അല്ലാതെ നമുക്ക് ഒന്നുകൂടി ആക്സസിങ് കൂടി. കേരളം മൊത്തത്തിൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റി ഈ ഹൈവേ. അതെ, പെട്ടെന്ന് സാധനം എത്തും. ഇനി ഇത് വുഡ് പാറ്റേൺസ് ആണല്ലേ? ഇത് വുഡൻ സ്ട്രിപ്പ് ആണല്ലേ? അതെ, ഇത് നമ്മൾ ഫ്ലോറിങ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ വാളിൽ ചെയ്യാം. നമ്മുടെ ഈ ബാത്റൂമിൽ ചെയ്യാൻ പറ്റില്ല? ഇത് ബാത്റൂമും ചെയ്യാം, പലയിടത്തും കണ്ടിട്ടുണ്ട്. ബാത്റൂം ചെയ്യാം. ഇതിന്റെ ഫിനിഷിംഗ് തന്നെ നമുക്ക് വരുന്നത് ഒരു കറക്റ്റ് വുഡൻ ഫിനിഷ് ആണ് വരുന്നത്. ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടല്ലേ? അതെ, ഒരു ഗ്രൂവ് പോലെ അതിൽ തന്നെ 4x2 വരുന്നുണ്ട്. പിന്നെ പക്ഷെ ഇത് എനിക്ക് ഗ്രൂവ് ഒന്നും ഇല്ലാത്ത ഇതാണെന്ന്. അതെ, ഇത് നമ്മുടെ കിച്ചൺ ഫ്ലോർ ആക്കിട്ടോ അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ആളുകൾ ഇപ്പം വുഡൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ജോയിന്റ് ഫ്രീ പലരും നമ്മളോട് ചോദിക്കും, വലിയ സ്ലാബുകളൊക്കെ ഇരിക്കുമ്പോൾ ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ജോയിന്റ് ഫ്രീ ആയിട്ട് ടൈലിന്റെ എല്ലാ ബ്രാൻഡും പറയുന്നത് സ്പേസ് ആയിട്ട് വിരിക്കണം തന്നെയാണ്. അതാണ് അതിന്റെ ഒരു റുട്ടീൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ലേബേഴ്സ് തന്നെ വേണം, നല്ല എക്സ്പീരിയൻസ്ഡ് ആയുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള. അറിയാതിരിക്കുന്നുള്ളൂ അല്ലേ? അതെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നല്ലത്, അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. നമ്മുടെ പഴയ മൊസൈക്ക് ഡിസൈൻ ഒക്കെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നല്ലേ? ടെറാസോ അങ്ങനെ പറയുന്നത്. നമ്മള് പഴയ മൊസൈക്ക് പഠിച്ചേക്കുന്നത്. ടെറാസോ എന്ന് പറഞ്ഞാൽ നല്ല ട്രെൻഡിങ് സാധനമാണ്. ഇതിൽ തന്നെ ഇത് കാർവിംഗ് ആണ്, ഗ്ലിറ്റർ ചെയ്യും, നല്ല രീതിയിലുള്ള കാർവിംഗ് ആണ്. ഇത് തന്നെ ഗ്ലോസി ഫിനിഷും ആണ്. രണ്ടുണ്ട്, ഗ്ലോസി ഉണ്ട്, ഒരു മാറ്റ് ഫിനിഷ്. ഇതിൽ തന്നെ ഇനി കിച്ചൺ സ്ലാബിലേക്ക് അതേപോലെ തന്നെ ഫ്രണ്ട് സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് സ്റ്റെപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. കൂടുതലല്ലേ? 15 mm തിക്നെസ് വരുന്ന സ്ലാബ് ഉണ്ട്. അപ്പൊ അതും നമ്മുടെ അതും അവൈലബിൾ ആണ്. ഇതിലൊക്കെ തന്നെ ഒരുപാട് ഇതിപ്പോ സത്യം പറഞ്ഞാൽ 1-2 ഡിസൈൻ മാത്രമല്ലേ? അല്ലല്ല, ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഗ്രേ ഷെയ്ഡിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ്. ഇത് ഗ്രേ ഷെയ്ഡ് അല്ല? ഇത് ഗ്രേ ഷെയ്ഡ് വരുന്നതാണ്. ഓക്കെ. ഇതിന്റെ കട്ടിയുള്ളത് ഇപ്പം വേണമെന്ന് പറയാം. അപ്പം എനിക്ക് ഇതേ സാധനം തന്നെ എനിക്ക് അടുക്കളയിലെ കിച്ചൺ സ്ലാബിന് യൂസ് ചെയ്യാം. അങ്ങനെ വേണമെന്നുള്ളത് അതിന്റെ ഉണ്ട്. അപ്പൊ അത് തന്നെ ഈ സിറ്റ് ഔട്ടിലെ പടിക്ക് സ്റ്റെപ്പിന് യൂസ് ചെയ്യാം. അതേമാതിരി സിറ്റ് ഔട്ടിന്റെ നമ്മുടെ കൈവരികളൊക്കെ യൂസ് ചെയ്യാം, സെറ്റ് ചെയ്യാൻ. അതിനൊക്കെ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. നൈസ്. ഇത് മൊറോക്കൻ ഡിസൈൻ ആണോ? ഇത് മൊറോക്കൻ. ഈ മൊറോക്കനിൽ ഇതിലൊക്കെ ഇത് മൊറോക്കൻ മാത്രമല്ല, ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഇത് പ്ലെയിൻ ആയിട്ടാണ് കാണുന്നുണ്ടാവുക. അതിമ കണ്ടോ? ഓ, ലൈറ്റ് അടിക്കുമ്പോൾ അത് ലൈറ്റ് അടിക്കുമ്പോഴേ കാണും. അതെ, ഇതിപ്പോ ബാത്റൂമിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമിലത്തെ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലിറ്ററിങ് ഇങ്ങനെ സെപ്പറേറ്റ് കാണും. അതെ. ഓ, അതെന്തായാലും നന്നായി. പക്ഷെ അത് ഇത് ഒറ്റയടിക്കാൻ പറയത്തില്ല, ലൈറ്റ് ഒക്കെ വന്ന് കൃത്യമായിട്ട് കിടക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ സത്യം പറഞ്ഞ പ്ലെയിൻ ആണെന്നാ വിചാരിച്ചത്. അല്ല, അതുപോലെ തന്നെ അത് മൊറോക്കനും ഇതിലൊക്കെ ഗ്ലിറ്ററിങ് വരുന്നുണ്ട്. ഇതിലും ഗ്ലിറ്ററിങ് ഉള്ളത്. അപ്പൊ ഈ വരുന്ന ഓൺലൈൻ മേടിക്കുന്ന ആളുകളുടെ അടുത്ത് കൃത്യമായിട്ട് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കും. ആ ഗ്ലിറ്ററിങ്ങിന്റെ വീഡിയോസ് ഒക്കെ സെപ്പറേറ്റ് എടുത്ത് അയച്ചു കൊടുക്കും. അതെ. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം? ഇവിടെ ഉണ്ടല്ലോ പറയാം. ഇത് ക്ലാഡിങ്, നമ്മളവിടുത്തെ സ്റ്റോൺ പരിചയപ്പെട്ടു. അതിന്റെ ക്ലാഡിംഗ് സ്റ്റോൺസ് പോലെ തന്നെ ക്ലാഡിംഗ് ടൈലാണ്. ഇത് 2 ടൈലാണ് കേട്ടോ. 2 ടൈല് വെച്ചാണ് ഇത്. ഓ, ഓക്കെ. ഇത് 2x1 സൈസാണ്. ഓക്കെ. ഇത് ജോയിന്റ് ഫ്രീ ആണ്, അതുകൊണ്ടാണ് ആ ജോയിന്റ് അറിയാത്തത്. ഇതും ഒരുപാട് വെറൈറ്റീസ് ഇപ്പൊ ഒരുപാട് വെറൈറ്റി അവൈലബിൾ ആണ്. ഓക്കെ. ഇനി ഈ ഒരു സൈഡ് ഫുള്ള് മാറ്റ്. ഇത് എല്ലാം കംപ്ലീറ്റ് മാറ്റ് തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ പോഷ് സീരീസ് മാറ്റ്, അതുപോലെ തന്നെ കാർവിംഗ് മാറ്റ്, സാറ്റിൻ മാറ്റ്, പിന്നെ പഞ്ച് സീരീസ് എന്നൊക്കെ പറയും, നമ്മുടെ നല്ല റഫിൾ ടൈപ്പ്. ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുന്ന? ഇതൊക്കെ പോർച്ച് ഏരിയ അല്ലെങ്കിൽ കോട്ടയാട് ഏരിയ, പേഷ്യോ അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റും. ഏരിയയിലൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി ഇത്തരത്തിലുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അതിൽ പെട്ടാണ്. ഇതിനും ആ നേരത്തെ പറഞ്ഞ നമ്മളുള്ള ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കണ്ടോ? ശരി, വെള്ളത്തുള്ളി പോലുള്ള ഒരു എഫക്റ്റ് അത് ഇതിനകത്തുണ്ട്. ഇനി വേറെ കാര്യം, നമ്മൾ ഇപ്പം ഈ ടെറസിലൊക്കെ ഉപയോഗിക്കുന്ന ടൈലുകൾ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഏത് ഓപ്പൺ ടെറസിലൊക്കെ? ഓപ്പൺ ടെറസിൽ എല്ലാവരും കോസ്റ്റ് കുറഞ്ഞ മെറ്റീരിയലാണ് നോക്കുക. കാരണം പൊതുവെ എല്ലാവരും അത് നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് ആ 2x2, ആ ലാസ്റ്റിലേക്ക് കാണുന്ന ടൈപ്പൊക്കെ ഒരു ഓപ്പൺ ടെറസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ഓപ്പൺ ടെറസിൽ അഥവാ ബഡ്ജറ്റ് കുറച്ച് കുറയും ചെയ്യും, എന്നാൽ ഒരു എസ്തറ്റിക് ലുക്ക്. ഈ ടെറസിൽ ഈ ടൈൽ ഇടുന്നത് കൊണ്ട് വെള്ളം കയറാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണോ കുറവാണോ? കുറയും. അതെ, വെള്ളം കയറത്തില്ല. ടൈൽ ഇടുന്നുണ്ട്, കാരണം എല്ലാം വിട്രിഫൈഡ് ടൈലാണല്ലോ. ഇതിൽ എപ്പോക്സിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം വരില്ല. അപ്പം കുറച്ചുകൂടെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗങ്ങൾ ടെറസിലൊക്കെ കുറച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് കോയമ്പത്തൂരിൽ ഒരു വില്ല പ്രോജക്റ്റിന്റെ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീഡിയോ കഴിഞ്ഞപ്പം ടെറസിന് 3 നിലയാണ്.
ആ വില്ല അത് മറ്റേ എന്താ ഒരുമിച്ചുള്ള വില്ലയാണ്. അപ്പോൾ ഈ വില്ലയുടെ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഞാൻ അവിടെ നോക്കുമ്പോൾ എല്ലാ വില്ലയുടെയും മുകൾ ഭാഗം ഫുള്ള് ടൈലിട്ടേക്കാം, ഫുള്ള് ടൈലിട്ടേക്കാം. അപ്പോൾ ഞാൻ ചോർച്ച ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി അവർ ടൈലാ പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഒരു ട്രെൻഡ് വന്നിട്ട് ഞാൻ കണ്ടു. അത് ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലീക്കേജ് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത് അത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ആ ഒരു ഓപ്പൺ ഏരിയ കുറച്ച് ക്ലീൻ ആക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പായൽ പിടിച്ച് പിന്നെ പ്രഷർ പമ്പർ അടിക്കുമ്പോൾ കുറെ ഭാഗം പൊളിഞ്ഞു പോകും. പിന്നെ വീണ്ടും എന്ത് ചെയ്യും നമ്മൾ മറ്റേ വാട്ടർ പ്രൂഫിങ് ബ്ലാക്ക് സാധനങ്ങൾ കൊണ്ട് ടാറൊക്കെ കൊണ്ടുപോയി ഇനീഷ്യലി നമ്മളൊരു കോസ്റ്റ് മുടക്കിയിട്ട് അതിന്റെ മുകളിലും കൂടി ടൈൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വക പരിപാടികളൊന്നുമില്ല. പിന്നെയുള്ള മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നീ അതിന്റെ മുകളിൽ റൂഫിംഗ് കൂടെ ഒക്കെ ചെയ്ത് എല്ലാം ചെയ്യാം, സുഖമായിരിക്കും. പിന്നെ നമുക്ക് അല്ലാത്ത കാര്യങ്ങൾക്കും ആ ഒരു സ്പേസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത് നമ്മുടെ ആളുകൾ പലരും അറിയാത്തത് കൊണ്ടായിരിക്കാം ചെയ്യാത്തത്. സത്യം പറഞ്ഞാൽ മലയാളിക്ക് കാശ് മുടക്കുന്ന കാര്യത്തിൽ യാതൊരു പിശുക്കുള്ള ആൾക്കാരല്ല. കാരണം മലയാളികൾ അതിനകത്ത് മലയാളികളെ എടുത്തു പറയാൻ പറ്റില്ല. പുതിയൊരു സാധനം വന്ന് നിങ്ങളിപ്പം പുതിയൊരു ഡിസൈൻ കൊണ്ടുവന്ന് വെച്ചു, നിങ്ങൾ ഡിസൈൻ കൊണ്ടുവന്ന് വെച്ചാൽ വേറെ ഏത് സംസ്ഥാനത്ത് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കേരളത്തിൽ നിങ്ങൾ പുതിയ സാധനം കൊണ്ടുവന്നോ, ഇത് എൻ്റെ അടുത്ത് പുതിയൊരു ഡിസൈൻ ഉണ്ട്, ഞാനിത് ആദ്യമായിട്ട് ഇറക്കാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിട്രിഫൈഡ് ടൈലും ഏറ്റവും കൂടുതൽ മോഡലുകളും ടൈലിന്റെ ഇൻഡസ്ട്രിയിൽ വരുന്നത് കേരളത്തിലാണ്. അതെ, അത് കേരളത്തിൽ നിന്നായിരിക്കും എല്ലാ സാധനവും ട്രെൻഡിങ് പോവുക. കേരളത്തിൽ സക്സസ് ആണ്, പിന്നെ ബാക്കിയുള്ള സക്സസ്. മലയാളി അത് ആദ്യമേ പർച്ചേസ് ചെയ്യും, കൊള്ളെങ്കിലും കൊള്ളത്തില്ലെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അത് എന്ന് കാര്യം പരീക്ഷിക്കാൻ പറയും ചെയ്യും. അത് കൊള്ളത്തില്ലെന്ന് മുഖത്ത് നോക്കി പറയും ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു സാധനം മാത്രം ചെയ്യുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ടപ്പോൾ നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ കുറച്ചും കൂടെ സാധനം ബൂസ്റ്റ് ചെയ്ത് തന്നായിരിക്കും. നമ്മള് നേരത്തെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞു നമ്മള് പൂവും കായ് വെക്കേണ്ടത് പറഞ്ഞപ്പോ നമ്മൾ ഇതിന്റെ പുതിയ ട്രെൻഡ് വന്നത് അത് ഈ സാധനം അല്ലേ. അതെ, ഇതാ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഡിസൈനിലൊക്കെ വരുന്നത് പക്ഷെ വാഴയിലേക്കൊന്നും അല്ല കേട്ടോ, നമ്മള് വെറുതെ വാഴയില്ല ആ ഒരു ടൈപ്പിലൊക്കെ വരുന്നത്. ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ഇത് ഹൈ ഗ്ലോസി ആണ്. നമ്മൾ കണ്ണാടി പോലെ തന്നെ നമ്മള് അതിൽ തിരിച്ച് കാണാൻ കഴിയും. അത്രയും ഗ്ലേസിനെസ് കൂടിയ ടൈപ്പ് ടൈലാണ് ഈ ടൈലുകളെ. അതെ അതെ. ഓ, ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഡിസൈനുകളാണ് ടൈലുകൾ. അതല്ല ഡിസൈനുകളാണ്, അത് റിലേറ്റഡ്. ഇതെല്ലാം കിച്ചൺ സ്ലാബുകൾക്ക് പോകുന്നതാണോ? അല്ല, ഇത് ഫ്ലോറിങ് 6x4 വരുന്ന 6x4 ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. 6x4 ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ്. സൈസ് വൈസിൽ. പക്ഷേ ഈ സാധനം ട്രാൻസ്പോർട്ടിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഇതില്ലേ? അല്ല, അതൊക്കെ നമ്മൾ ആ രീതിയിൽ പക്ക പാക്കിങ്ങും അവിടെ എത്തുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ആ ടെൻഷൻ ഫുൾ കംപ്ലീറ്റ് നമുക്ക് കേരളം എത്തിക്കാൻ ചെറിയ ടാസ്ക് അല്ല, വലിയൊരു ടാസ്കാണ്. ആ വലിയ ടാസ്ക് നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ അതൊരു ടാസ്ക് അല്ല. സത്യം പറഞ്ഞാൽ ഇതിന്റെ മാറ്റും ഉണ്ട്, ഗ്ലോസി ഉണ്ട്. അതെ, ഇതൊക്കെ അതിൽ ഇപ്പോൾ ബുക്ക് മാച്ച് സീരീസ് ആണ്. നമ്മൾ നേരത്തെ മാച്ച് ആവുന്നത് അത് മറ്റേ ചെറുതല്ലായിരുന്നു. അതെ അതെ, ഇതിന്റെ വലിയ സൈസ് 6x4. ഇത് ശരിക്കും ഒരു റൂമിന്റെ സ്പേസ് തന്നെ ആയി ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു. 4 ടൈല് വെച്ച റൂം സ്പേസ് ആയി. 12 18 അപ്പോൾ ഏകദേശം 100 സ്ക്വയർ ഫീറ്റിന്റെ അടുത്തായി. 12 അല്ലേ? 100 സ്ക്വയർ ഫീറ്റിന്. അതെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ സെയിം മാറ്റ് ഫിനിഷും. ഈ ഒരു ഡിസൈനിന്റെ ഒക്കെ പ്രത്യേകത ഒരു ഇറ്റാലിയൻ സീരീസിലൊക്കെ വരുന്ന മാർബിളിന്റെ ഡിസൈനിൽ വരുന്നത്. ഇത് ശരിക്കും ജോയിന്റ് ഫ്രീ ഒക്കെ ആയിട്ട് വിരിച്ചു കഴിഞ്ഞാൽ എടുത്ത ടൈലാണ്. അതേപോലെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അതെ, അതേപോലെ ആൾക്കാരുണ്ടെങ്കിൽ അതേപോലെ പക്കയായിട്ട് വിരിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയി. ഇത് ടൈലാന്ന് പിന്നെ ആരും പറയില്ല. അത്രയും വിട്രിഫൈഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലീക്കേജിന്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ രണ്ടാമത് റീപോളിഷ് ചെയ്യേണ്ട വിഷയങ്ങളോ ഇതൊന്നുമില്ല ടൈലൊന്നുമില്ല. അതെ, അതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഏകദേശം 100-100ഓളം കളക്ഷൻസ് ഈ 6x4 സൈസിൽ വരുന്നുണ്ട്. ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് മാറ്റ് വരുന്നത്. ഈ ഒരു ലിസോ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട്, ലിസോ ഫിനിഷ്. അതിന്റെ ഫിനിഷിങ് നമ്മൾ ഈ ചേമ്പിലയിൽ വെള്ളം ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു എഫക്റ്റിൽ നിൽക്കണേ പോഷ് സീരീസ് പോഷ് മാറ്റ് എന്നൊക്കെ പറയും. ഓ, അപ്പോൾ ഇതിനകത്ത് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാതെ അങ്ങ് പോകും. അഥവാ നമ്മൾ മാറ്റ് ഇപ്പോൾ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ മാറ്റും ഗ്ലോസി ആണോ എന്ന് ചിലർ ചോദിക്കും. നമ്മളോട് അഭിപ്രായം ഇത്ര ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിൽ ആ റിഫ്ലക്ഷൻ കണ്ടില്ലേ, നമ്മുടെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും ഇതുപോലുള്ള എല്ലാ റിഫ്ലക്ഷനും കാണും. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ ലുക്ക് വൈസ് ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുക മാറ്റ് ഫിനിഷിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ചേഴ്സും മാറ്റിലേക്ക് പോകുന്നത്, പ്രിഫർ ചെയ്യാൻ കാരണം.
ആർക്കിടെക്ട്സ് കൂടുതലും മാറ്റാണ്, അവര് മാറ്റിലേ പിടിക്കുള്ളൂ. അതെ. അപ്പോൾ ഈ മാറ്റ് തന്നെ യൂസ് ചെയ്യുമ്പോൾ ചിലർ ചോദിക്കും ഇതിൽ കറ പിടിക്കോ ചളി പിടിക്കോ തുടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ അതിൽ വന്ന പുതിയ അപ്ഡേഷനാണ് ഈ ലിസോ ഫിനിഷ് ഇതിനകത്ത്. പക്ഷെ നമ്മൾ അപ്പുറത്ത് കണ്ടാലൊന്നും കറ പിടിക്കില്ലല്ലോ. ഇല്ലില്ല, കറ പിടിക്കുന്നതല്ല, ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴേ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് വന്നാണ് ഈ ഒരു ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ്. ഇത് നമുക്ക് ഗ്ലോസി ആണ് എങ്കിൽ മാറ്റ് ഫിനിഷ് ആണ്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം സ്മൂത്ത് ആവുന്ന സമയത്തായിരിക്കും ആളുകൾ കരിയും ക്ലീൻ ചെയ്യാൻ എളുപ്പമെന്ന്. അതെ, മാറ്റിലും ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അതൊരു നല്ല അറിവാണ്. പിന്നെ അതിൽ തന്നെ വരുന്ന സ്ലാബുകളാണ് ഈ ഒരു ഇത് കിച്ചൺ സ്ലാബുകൾ. ഇത് ഒരുപാട് വെറൈറ്റി. ഇത് ഗ്രാനൈറ്റ് അല്ലല്ല, ഇതെല്ലാം ഗ്രാനൈറ്റ് ആണെന്ന് പറയുള്ളൂ കേട്ടോ. ഫുൾ ബോഡിയിലൊക്കെ വരുന്ന ടൈപ്പ് സ്ലാബുകളാണ്. ഇതെല്ലാം ഫുൾ ബോഡിയാ? ഇതിൽ ഫുൾ ബോഡി ഉണ്ട്, കളർ ബോഡി ഉണ്ട്, രണ്ടുമുണ്ട്. ഈ ഡിസൈൻ വരുന്നത് എപ്പോഴും കളർ ബോഡി ആയിരിക്കും. അങ്ങനെ നല്ലൊരു വൈറ്റ് കളക്ഷൻ തന്നെ ഉണ്ട്. ഇതിൽ ഡിസൈൻസ് ഏകദേശം 100-ലധികം ഉണ്ടോ അതോ? ഇതിൽ ഏകദേശം ഒരു 50-ലധികം ഡിസൈൻസ്. ഈ ഒരു കിച്ചൺ സ്ലാബിന്റെ അല്ലേ? അതെ അതെ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഓൺലൈനിൽ കയറി നിങ്ങൾക്ക് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതെന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയ കാര്യം. ഇതും ബുക്ക് മാച്ച് ടൈപ്പിൽ വരുന്ന തന്നെ ഡിസൈൻസ് ആണ്. ഇപ്പോൾ നിലവിൽ ഇതായിരുന്നു കൂടുതൽ മൂവിങ് ഉണ്ടായിരുന്നത്. പിന്നെ ആളുകൾ എല്ലാ ഡിസൈൻസും കുറെ കണ്ടുമടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറെ കൂടി ആളുകൾ വൈറ്റ് ഷെയ്ഡിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പൊക്കെ ആയിട്ടുള്ള ഇത് കലാക്കാട്ട വൈറ്റ് എന്ന് പറഞ്ഞ ഇറ്റാലിയൻ മാർബിൾ ആണ്. കലാക്കാട്ട? അതെ. ഇതിനകത്ത് ഒരുപാട് പേരുകളുണ്ടല്ലേ? അതെ അതെ. ഇതൊക്കെ മാർബിൾ ഷെയ്ഡിൽ വരുന്ന പേരുകളാണ്. അതിന്റെ ഒരു റെപ്ലിക്കയാണ് ആക്ച്വലി ഈ ടൈലിൽ വരുന്ന ഡിസൈൻസ് ഒക്കെ. ഓക്കെ. ഇനി നമുക്ക് ടൈലുകളല്ലാതെ വേറെ എന്തൊക്കെയാണ് അവിടെ? നമുക്ക് പിന്നെ സാനിറ്ററി, CP ഫിറ്റിംഗ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാനിറ്ററി ഐറ്റംസ് ഒക്കെ കണ്ടാലോ? ജസ്റ്റ് ഒന്ന്. അതെ. ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണിത്. അപ്പോൾ എനിക്കൊന്ന് ഈ സാധനം എന്താ പറയുക, മുസ്ലിംസിന്റെ വീടുകളിൽ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. ഇത് അബ്ലൂഷൻ ബേസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നതാണ്. പക്ഷെ അങ്ങനെ മുസ്ലിംസിന്റെ വീട്ടിൽ മാത്രമല്ല, പ്രയർ ഏരിയക്കും ഫ്രണ്ടിൽ ഏത് റിലീജിയൻസിനും വെക്കാൻ പറ്റും. അങ്ങനെയാണ്? അതെ. കാരണം നമുക്ക് കൈ കാല് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂമിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രയർ റൂം ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ കൊടുന്ന് വെക്കാം. നമ്മൾ വെള്ളം നനയാതെ താഴ്ന്ന് വെള്ളം ആവാതെ തന്നെ നമ്മൾ കാല് ഇതിലൂടെ കഴുകാം. കാലിവിടെ വെക്കുക, കഴുകുക. അതേപോലെ തന്നെ കൈ ഇവിടെ കഴുകുക. സിമ്പിൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാത്റൂം ഈ പറഞ്ഞ ഒതു കൊടുക്കുന്ന സമയത്തല്ലേ ആക്ച്വലി മുസ്ലിംസ് ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ബാത്റൂമിൽ കയറി ചെയ്യാൻ പാടില്ല എന്നല്ലേ ഇത്? അതെ അതെ. ബാത്റൂമിൽ ചെയ്യൽ കറാഹത്താണ് എന്നുള്ളത്. ബാത്റൂമിൽ ചെയ്യുന്നതിനേക്കാൾ ഉചിതം ഇത് പുറത്ത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. പലരും ഇതിനായിട്ട് വേറെ ഒരു ഏരിയ ഒക്കെ കെട്ടി ഉണ്ടാക്കി അതിന് വേറെ ഡ്രെയിനേജ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ? കോസ്റ്റ്ലിനുപരി അതൊരു അഭംഗിയാണ്. ആ ഒരു ഏരിയക്ക് നമ്മുടെ പ്രയർ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കോർ ഏരിയയിലായിരിക്കും. അപ്പൊ അതിന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സാധനം വെക്കുന്ന അത്രയ്ക്ക് നല്ലതല്ല. അവിടെ ഈ ഒരു സാധനം ഇത് അധികം ബ്രാൻഡുകളൊന്നും ചെയ്യാൻ കണ്ടിട്ടില്ലല്ലോ. ഇതിപ്പോ പുതിയതായിട്ട് വന്നതാണ്. ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്. ഒരു എക്സ്ട്രാ നാമി കോട്ടിങ് വരുന്നത്. ഈ കറ പിടിക്കുന്ന വിഷയങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ഗ്ലേസിങ് എപ്പോഴും ഉണ്ടാവും. അതെ. പിന്നെ സെറാമിക്കിന് 10 ഇയർ വാറന്റി വരുന്നുണ്ട്. ടാപ്പ് ഫിറ്റിംഗ്സിനും വരുന്നുണ്ട് 10 ഇയർ വാറന്റി വരുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഒരു കസ്റ്റമർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. അതെ. അപ്പോൾ ഇതേപോലെ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ അതോ? ഇതിൽ ഇമ്പോർട്ടഡ് ക്ലോസറ്റും ഉണ്ട്, ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട്. ഇമ്പോർട്ടഡിൽ ഇപ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ടൈപ്പുകൾ വരുന്നുണ്ട്. കുറച്ച് കളർഫുൾ ഡിസൈൻസ് ഒക്കെ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. ഓക്കെ. ഞാൻ വേറെ കാര്യോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ? നമ്മുടെ സമ്മാന പെരുമഴയിൽ നമ്മുടെ സാനിറ്ററി കൂടി ഉണ്ട്. നമ്മുടെ സാനിറ്ററി ഫിറ്റിംഗ്സിന്റെ സമ്മാന പെരുമഴയിൽ ഓഫർ എന്നാണ്. ഓരോ 50,000 രൂപയുടെ പർച്ചേസിന്റെ മുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ 50 മുതൽ 1 lakh വരെയുള്ള പർച്ചേസിനൊക്കെ നമ്മൾ ബേസിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. വാഷ് ബേസിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 1 lakh മുതൽ 2 lakh വരെയുള്ള പർച്ചേസിന് നമ്മൾ ക്ലോസറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏത് ക്ലോസറ്റ് വേണോ അങ്ങനെ ഉണ്ടോ അതോ? അല്ല, നമ്മുടെ ഒരു ബ്രാൻഡിന്റെ ക്ലോസറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ 2 lakh above ആണെങ്കിൽ ഒരു ബ്രാൻഡഡ് ക്ലോസറ്റ് നമ്മൾ കൊടുക്കും. ബ്രാൻഡഡ് ക്ലോസറ്റ് കൊടുക്കും. അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അത് മറ്റേ സമ്മാന പദ്ധതി അല്ല, കൂടാതെ ഉള്ള സമ്മാനമാണ്. നമ്മൾ എന്തായാലും ഈ സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതെ. അപ്പോൾ അത്രയും പൈസ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അതെന്തായാലും വലിയ കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കളർഫുൾ ആയിട്ടുള്ള സാധനം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ടാട്ടോ. ഒരുപാട് കളേഴ്സ് ഉണ്ട്. എല്ലാം കൂടി ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്നതനുസരിച്ച് എല്ലാ കളേഴ്സും അയച്ചു കൊടുക്കും. ഇതിൽ ബ്ലൂ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഈ ഒരു ഈ സീറ്റ് കവറുകളില്ലേ, ഇതൊക്കെ സത്യം കുറെ നാൾ കഴിയുമ്പോൾ കളർ ഫെയ്ഡ് ആവുകയൊക്കെ ചെയ്യില്ലേ? സീറ്റ് കവറിന് ഏത് ബ്രാൻഡാണെങ്കിലും സീറ്റ് കവറിന് 1 year വാറണ്ടി, അതുപോലെ തന്നെ സെറാമിക്കിന് 10 year ആണ്. പക്ഷേ സീറ്റ് കവർ നമുക്ക്
മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, റീപ്ലേസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് കിട്ടുമോ അതോ വേറെ പുറത്തോ ആഫ്റ്റർ മാർക്കറ്റ്? നമ്മുടെ അടുത്തും കിട്ടും, പുറത്ത് മാർക്കറ്റിൽ പുറത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓ, അപ്പം ഇങ്ങനെയുള്ള കളേഴ്സ് എടുക്കുന്നതിന് പ്രശ്നമില്ല. അതെ, നല്ല വെറൈറ്റി ഡ്രസ്. ഇത് എനിക്ക് മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. മാറ്റ് ആണ് ഇതിനകത്ത് അല്ലേ? മാറ്റും ഗ്ലോസി ഉണ്ട്. ഇത് ഗ്ലോസി ആണ്, ഇത് മാറ്റ് ഫിനിഷ് ആണ്. 2 കളേഴ്സും കിട്ടുന്നുണ്ട്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു 15,000 രൂപക്ക് നമുക്ക് ഈ കളർ ക്ലോസറ്റ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? 15,000. ഇതിന് തന്നെ വേറെ സ്ക്വയറിഷ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട്. ഇത് ഓവൽ സ്ക്വയർ ടൈപ്പിലും ഈ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിനും വേറെ വ്യത്യസ്ത കളേഴ്സ് ഉണ്ടല്ലേ? അതെ അതെ. പക്ഷെ എന്തായാലും രസമുണ്ട്, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഇപ്പൊ ബാത്റൂം ആണ് എന്നുള്ള ഒരു ഫീൽ ഇല്ലാതെ തന്നെ ഇതൊരു ശരിക്കൊരു ടാങ്ക് ഉള്ളിൽ വരുന്നുണ്ട്. 3 ലിറ്ററിന്റെ വെള്ളത്തിന്റെ കപ്പാസിറ്റി മതി. നോർമലി ഒരു 6 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി നോർമൽ ക്ലോസറ്റുകൾക്ക്. ഇതിൽ 3 ലിറ്റർ കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഫ്ലഷ് ഔട്ട് ആവും. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ വെള്ളം അല്ല. അത് വേറെ കാര്യം, 3 ലിറ്റർ വെള്ളം പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതെ, 1000 കിട്ടുന്നത് മാറുമ്പോഴേ അപ്പൊ അതിന്റെ നേരെ നമുക്ക് വെള്ളം കൺസ്യൂം ചെയ്യാൻ പറ്റും. പകുതിയോളം വെള്ളം പകുതിയോളം വെള്ളം കൺസ്യൂം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പകുതിയോളം വൈദ്യുതിയെ സേവ് ചെയ്യാൻ പറ്റും. അതെ അതെ, തീർച്ചയായും വൈദ്യുതിയെ പകുതിയോളം സേവ് ചെയ്യാൻ പറ്റുമെന്ന് ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയേറെ യൂസ്ഫുൾ ആണ്. നല്ല വേസ്റ്റ് ഫുൾ ആയിട്ട് പോവുകയും ചെയ്യും. കംപ്ലീറ്റ് പോകും. സൈഫോണിക് സിസ്റ്റം ആണ്. ഓ, എയർ സക്ക് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഫുൾ ആയിട്ട് പോവുകയും ചെയ്യും. കംപ്ലീറ്റ് പോവുകയും ചെയ്യും. ഓ, നൈസ്. ഇത്തരത്തിലുള്ള പാർട്ടീഷനുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ അതെ, ഇതൊക്കെ സാൻഗോബൈൻ്റെ ഗ്ലാസ് ആണത്. ഇത് നമ്മൾ ജസ്റ്റ് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവരെ സൈറ്റിൽ പോയി മെഷർ ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓ, അത് നിങ്ങൾ ചെയ്ത് കൊടുക്കും? അതെ, കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് ആ ബാത്റൂമിന്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതെ. ഓക്കെ, ഇത് കിച്ചൺ സിങ്കിന്റെ, പിന്നെ കിച്ചൺ സിങ്ക്, ഫോസറ്റ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സാധനം വാൾ ഹാങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, അത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള സാധനം, അത് സെപ്പറേറ്റ് അതും കിട്ടുന്നുണ്ട് അല്ലേ? കൊള്ളാം. സിങ്കിന്റെ മാത്രം പോർഷൻ ആണ്. സിങ്കിന്റെ മാത്രം. സിങ്കിലും തന്നെ 304 സിങ്ക് ഉണ്ട്, 202, അങ്ങനെ ഓരോ ഗ്രേഡ് അനുസരിച്ചുള്ള സിങ്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വേരിയന്റും അവൈലബിൾ ആണ്. അതെ. ഷാരിക്ക്, അപ്പം നമ്മളുടെ ഓഫറെ ഒന്നും കൂടെ ആളുകൾക്ക് ഒന്ന് വിശദമാക്കി കൊടുക്കാവോ? നമ്മുടെ സമ്മാന പെരുമഴ എന്താണെന്നുള്ളത് അതിൽ നമ്മൾ മെയിനായിട്ട് ഗോൾഡ് കോയിൻ നമ്മൾ വരുന്ന ജൂലൈ 10-ാം തീയതി, 20-ാം തീയതി, 30-ാം തീയതി നറുക്കെടുപ്പ്. ഏത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് എന്തൊരു ചെറിയ മെറ്റീരിയൽ പർച്ചേസ് ചെയ്താൽ പോലും ഇവർക്ക് ഈ പറഞ്ഞ ഗോൾഡ് കോയിൻ കിട്ടാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കും. ഇനി അത് കൂടാതെ തന്നെ ഇവിടുന്ന് 50,000 രൂപയിൽ മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അഷ്വേർഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ, അതും ഈ വാഷ് ബേസിനും ക്ലോസറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് എന്തായാലും ഗിഫ്റ്റ് ആയി, എന്തായാലും വാങ്ങിക്കേണ്ട സാധനങ്ങളാണ്, അത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇനി ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട വേറൊരു അട്രാക്റ്റീവ് ഉള്ളതായിരുന്നു, ഞാനൊരു ചെറിയൊരു പ്രോഡക്റ്റ് കണ്ടോ. ഈ പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ഇതിൻ്റെ പേര് CP777. ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ പ്രോഡക്റ്റുകളിൽ ഒന്നാണെന്ന് തോന്നുന്നല്ലേ. വെറും 180 രൂപ MRP വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വെച്ച് നമ്മളുടെ വീട്ടിലെല്ലാം ഇതേപോലെ ടാപ്പുകൾ, ബാത്റൂം സ്റ്റീലിന്റെ അല്ലേ, ഇത് സ്റ്റീലല്ലേ? ഇത് ബ്രാസ് ആണ്. അപ്പൊ ഇതിന്റെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് പെട്ടെന്നായിരിക്കും ക്ലാവ് പിടിച്ച് അഴുക്കാകുക. അപ്പൊ ഈ സാധനം ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് അഴുക്കായിക്കൊണ്ടേ ഇരിക്കുന്നത്, പക്ഷെ ക്ലീൻ ആവില്ല. പക്ഷെ ഈ സാധനം വെച്ച് ക്ലീൻ ചെയ്ത് നോക്കേ, 180 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിനകത്ത് വിളിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് കൂടെ വേണം, അല്ലെ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും 150 രൂപയേ ഉള്ളൂ. ഇനി അതിന് ഡെലിവറി ചാർജ് കൂടി 50-60 രൂപ അങ്ങനെ വരും, ചെറിയൊരു കൊറിയർ ചാർജ് വരത്തുള്ളൂ. അപ്പോൾ വേണ്ടവർ താഴത്തെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാനത് യൂസ് നോക്കി ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കാം, വീഡിയോയിൽ ഇട്ടേക്കാം. ഒരു രക്ഷ കേട്ടോ, നല്ല രീതിയിൽ തന്നെ ക്ലീൻ. ഇവിടുത്തെ ഒരു ബാത്റൂമിനകത്ത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. സാധനം എന്തായാലും 100% വർക്കിംഗ്. അപ്പോൾ എന്തായാലും വേണ്ടവരുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോളാം. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ എല്ലാവരും ചോദിക്കല് ഈ പ്രൊഡക്റ്റിന്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കാര്യം പൊതുവെ എല്ലാവർക്കും ഡൗട്ട്. ഇപ്പോൾ നല്ല ഡിസ്കൗണ്ടിലാണ് നമ്മൾ മെറ്റീരിയൽ ചെയ്ത് കൊടുക്കാം. 40 രൂപയ്ക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാത്തിന്റെയും പ്രൈസ് പറയാന്നുള്ളത് നമുക്ക് വീഡിയോ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ കൊടുത്തോളാം. അപ്പോൾ ഫുൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവരെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ അല്ല വേണമെന്ന് ആവശ്യമുള്ള ആളുകൾ അവിടെ പോവുക, നമ്പർ എടുക്കുക, ഇവരെ വിളിച്ചോളാം, കോൺടാക്ട് ചെയ്തോളാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായം പറയേണ്ട കമൻറ്റിലേക്ക് വന്ന് പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതും കാര്യങ്ങൾ സ്ഥിരം ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ചെയ്യുമെന്നറിയാം. എങ്കിലും ഒന്നുകൂടെ പറഞ്ഞേക്കും, എല്ലാം ഒന്ന് ചെയ്തേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.